ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഹായ് മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണപരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതിൻ്റെ ആൻസറുമാണ് ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ആ സൂചന എന്താണെന്ന് നമുക്ക് നോക്കാം. സൂചന: गढ़ की लघु कथा का ये अंश पढ़ें और 1 से 3 तक प्रश्नों के उत्तर लिखें. അതായത് നമ്മുടെ ഗഡ്കി പാഠഭാഗത്തിലെ ഒരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോഷിയാർപുർ സേ ഷാദി ക ബുലാവ ആയാത തുടങ്ങുന്ന ഭാഗം. അപ്പോൾ അത് മുഴുവൻ ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇസ് ലഘു കഥാ ക പുരുഷ കഥാപാത്ര പരിവാർ കെ സാത്ത് കാം ജാ രഹാ ഹൈ. അല്ലേ, എവിടേക്കാണ് പോകുന്നത്? പുരുഷ കഥാപാത്രം തൻ്റെ കുടുംബത്തെ കൂടെ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഹോഷിയാർപുരിലേക്കാണ് പോകുന്നത്. ഓക്കെ. രണ്ടാമത് പറയുന്നു ഇസ് പരിവാറിനെ ജനറൽ കോച്ച് സേ യാത്ര കർണേ കാ നിശ്ചയ് ക്യോം കിയ. ഈ കുടുംബത്തിലെ ആ നാഥൻ അല്ലെങ്കിൽ ആ കുടുംബക്കാർ, അതായത് അവർ യാത്ര ചെയ്യാൻ ജനറൽ കോച്ച് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസർ ആ പാസേജിൽ തന്നെയുണ്ട്. അതായത് സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേന ലഗീതി, അവിടെ മുതൽ അവസാനം വരെ ആനന്ദ് ലിയ ജായ് എന്നുവരെയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. ഇസ് ട്രെയിൻ യാത്ര കാ അനുഭവ് ബതാത്തെ ഹുയെ മിത്ര കെ നാം പുരുഷ പാത്ര കാ പത്ര തയ്യാർ കരീം. നമുക്കറിയാം, ആ ട്രെയിനിലെ ആ ഹസ്ബൻഡിൻ്റെ കത്താണ് തൻ്റെ കൂട്ടുകാരനെ എഴുതേണ്ടത്. ആ ട്രെയിനിലെ അനുഭവം വെച്ചിട്ടുള്ളത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ കത്ത് എഴുതലെന്നും കത്തിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എഴുതുക. ഓക്കെ. അല്ലെങ്കിൽ അഥവാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതേപോലെ തന്നെ ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഡയറിയാണ് അവിടെ കണ്ടത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സൂചനയിൽ 3 ക്വസ്റ്റ്യൻസ്, 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ സൂചനയാണ് റെയിൻ ബസേരമേ എന്ന പാഠത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ട് യാത്രാ വൃത്തക്കായി അംശ് പഠേം പ്രശ്ന 4 और 5 के उत्तर लिखें. അവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അന്ത്മേ 2-3 കിതാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജ് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് അടുത്തത് നോക്കി ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇസ്മയം പൂർണ്ണ രൂപസേ സഹി വികൽപ്പ് കോൻസാ ഹെ. അതായത് ഇതിൽ ഏതാണ് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു വികൽപ്പ്, അതായത് യോജിപ്പിച്ചത്, അതായത് സഹി മിലാൻ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് ഗ്രാമീണിനെ, അതിൻ്റെ താഴെ പാഗല്ലാത്മീനെ, അതിൻ്റെ താഴെ ലേഖക കെ സാത്തി തുടങ്ങുന്ന ഭാഗം അല്ലേ. അത് ഗാനെ കെ ലിയെ ഗാക്കഡ് ബനായ, അങ്ങനെ അപ്പം ഭക്ഷണത്തിന് വേണ്ടി ആരാണ് ഗാക്കഡ് ഉണ്ടാക്കിയെന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അത് ഓൾറെഡി ഇങ്ങനെ സഹി മിലാൻ ചെയ്തിട്ട് അത് ഓൾറെഡി ഇവിടെ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഖായാണോ ചായാണോ തായാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് ഓർഡറാക്കി എഴുതുക എന്നുള്ളതാണ്. വലിയ പ്രയാസം കണ്ടാൽ തോന്നുന്നത് എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ. വളരെ എളുപ്പമാണ്. സഹി മിലാൻ ആദ്യം ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ കായും ഏതൊക്കെയാണ് തമ്മിൽ യോജിക്കുന്നത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യന്, രണ്ടാമത്തെ സൂചനയിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആകുന്ന 5ാമത്തെ ക്വസ്റ്റ്യന്, ടോട്ടലി 5ാമത്തെ ക്വസ്റ്റ്യൻ യാത്രാവൃത്ത് കെ ഇസ് അംശ കെ ആധാർ പർ പഠിക്കഥ ഏക ദൃശ്യ ലിഖേം. യാത്രാവൃത്തിയിലെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗം, അതായത് ആ പാസേജിൻ്റെ ആ ഭാഗത്ത് ഒരു പടുക്കഥ ഉണ്ടാക്കാനാണ്, അതായത് ഒരു തിരക്കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. തിരക്കഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. സ്ഥാന്, താരീഖ്, അതുപോലെ തന്നെ പാത്ര അല്ലേ, ഘടന, സംവാദ്, ഇങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എന്ത് ചെയ്യേണ്ടത്, പടുക്കഥ എഴുതേണ്ടത്. ആ പടുക്കഥയെക്കുറിച്ചുള്ള ഭാഗം നമ്മുടെ മറ്റു വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. അടുത്ത സൂചന കൊടുത്തിരിക്കുന്നത് മേരി ദുനിയാ കെ തമാം കെ ബച്ചെ കവിത എന്ന പാഠഭാഗത്തു നിന്നാണ്. അതിലെ ഭാഗങ്ങൾ വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. നമുക്ക് നോക്കാം. അതിലെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചെ ചീണ്ടിയോ, അങ്ങനെ കീടോ നദിയോ എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ കണ്ടില്ല നിങ്ങൾ. പാഠഭാഗത്തിൻ്റെ ലാസ്റ്റിലാണത്. ആ ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 6ാമത്തെ ചോദ്യം ഓർ തുമാരി ബനാ ഈ ഹർ ചീസ് കോ ഖിലൗന ബനാ ദേങ്കി.
ഇസ് പക്തിയോ കി കവി ക്യാ കഹന ചാത്തേ ഹെ, അല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സാധനം കൊണ്ടും നമ്മളെ കുട്ടികൾ എന്താക്കും, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വരി കൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്താ കവി ഉദ്ദേശിക്കുന്നത്? കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ബച്ചേസ് ദുനിയാക്കോ ഏക് ഗിലോനെ കി തര ദിഖ്തേ ഹെ. കുട്ടികൾ ഈ ലോകത്തിനെ ഒരു കളിപ്പാട്ടമായിട്ട് കാണുന്നു. ബഡേ ലോഗ് ബച്ചോങ്കോ ഭിന്നത ലാനെ കാ പ്രയാസ് കർത്തേ ഹെ. വലിയ ആൾക്കാർ ഈ കുട്ടികൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വേ സബ് വ്യർത്ഥ ഹോ ജായേഗ. അതെല്ലാം എന്താണ്? വ്യർത്ഥമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യനിൽ കവി കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം, അല്ലേ? നമ്മളുടെ കവിത ഭാഗത്തിൻ്റെ ഒരു ആശയം എഴുതാനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആശയം എഴുതുമ്പോൾ ആദ്യം ആമുഖം എഴുതണം. ഓർക്കുന്നുണ്ടാവില്ല, ആമുഖം, അല്ലേ? ആമുഖം എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആശയങ്ങൾ എഴുതണം, വിശ്ലേഷണങ്ങൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് അപ്നാമത്തെ എഴുതണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത സൂചനയിലേക്ക് പോകാം. അടുത്ത സൂചന ഏതാ? റെയിൻ ബസേരമേ യാത്രാവൃത്തിൽ അതേ ഭാഗം തന്നെയാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഉസ്കെ സവാൽ ബേസിർഖെ പയർ ദേ. ഓർക്കുന്നുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അതേ അങ്ങനെ എന്തൊക്കെയോ പിച്ചിമ്മയും പറയാന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഏതായാലും പോട്ടെ, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു റെയിൻ ബസേരയിലെ ഒരു പാസേജാണ് അവിടെ കൊടുത്തത്. 8ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻ വാക്യോം കെ രേഖാങ്കിത് സർവനാം മേം ഓർ വഹ് കിസ്കെ ബദലെ പ്രയുക്ത് ഹെ. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുള്ള 2 വാക്കുകളുണ്ട്, മേയും അതേപോലെ തന്നെ വഹും. അപ്പോൾ ആ വഹ് മേം എന്ന് പറയുന്ന 2 സർവനാമം അവിടെ പകരം അതിനൊരു സംജ്ഞയുണ്ട്. അതായത് ഏതാണ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലേ? വഹു എന്ന് പറഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ആരെയാണ് പറഞ്ഞത്? ഈ മേ എന്ന് പറഞ്ഞ ആൾ ആരാണ്? ഇസ്ലിയെ മേ കൊയ് ജവാബ് ദേത്താ രഹ. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ മറുപടി കൊടുത്തില്ല. അപ്പം ഞാൻ ആരാ? അവിടെ ആരാ വരുന്നത്? അവിടെ ലേഖകല്ലേ വരുന്നത്. പിന്നെ വരുന്ന ആരാ? വഹ്, അയാളാരാ? അയാളെന്ന് പറയുന്നത് പാഗലാത്മി. അപ്പോൾ അവിടെ വരുന്ന ആളാരാണ്? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഖകവും, അതുപോലെ തന്നെ വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഗലാത്മിയാണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല പോലെ ആലോചിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. പൊട്ടം കടിച്ച് നിന്നാൽ നമുക്ക് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നല്ലോണം ആലോചിച്ചിട്ട് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വാക്യ വിസ്താർ കരി. വാക്യങ്ങൾ എന്താണ്? വിസ്തരിക്കുക, വിശാലമാക്കിയിട്ട് എഴുതുക എന്നുള്ള. അതിന് 3 ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചാബൂക്ക് സെ പാഗൽ മാർനേക്ക്. അതിൽ 1ാമത്തെ കൊടുത്തു ആത്മീ ധംകി ദേത്താ ഹെ, അല്ലേ? പിന്നെ 2ാമത്തെ എന്താണ്? ഏതെങ്കിലും ഒന്ന് ചാബൂക്ക് പറഞ്ഞാൽ ചാട്ടവാറ്, പാഗൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തന്, പിന്നെ മാർനേക്ക് പറഞ്ഞാൽ അടിക്കുക. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു, 1 ആത്മീ ധമക്കി ദേത്താ ഹെ, 2ാമത്തെ പാഗൽ ആത്മീ ധംകി ദേത്താ ഹെ. പാഗൽ ആത്മീ എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷണിപ്പെടുത്തുന്നു, അല്ലേ? അങ്ങനെ വരുന്നത്. ധംകി ദേത്താ ഹെ ഭീഷണിപ്പെടുത്തുന്നു. 2ാമത്തേൽ വരുമ്പോൾ പാഗലാത്മി ധംകി ദേത്താ ഹെ, ഭ്രാന്തനായ മനുഷ്യൻ ഭീഷണിപ്പെടുത്തുന്നു. 3ാമത്തെ എന്താ? പാഗലാത്മി മാർനേക്ക് ധംകി ദേത്താ ഹെ, കൊല ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നതിന്, കൊല ചെയ്യുക, അടിക്കുക എന്നൊക്കെ പറയാം. അടിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ഭീഷണിപ്പെടുത്തുന്നു. പാഗലാത്മി എന്തുകൊണ്ട്? ചാബൂക്ക് കൊണ്ട്, അതായത് ആ ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന് എന്ത് ചെയ്യുന്നു? ഭീഷണിപ്പെടുത്തുന്നു. ഇതാണ്. ഓക്കെ, അടുത്ത സൂചന ഹൈക്കു എന്നുള്ള പാഠത്തിലെയാണ്. ഏതാണ് ഹൈക്കു എന്നുള്ള പാഠത്തത്? പിതാനെ ടൂണ്ടി ലാട്ടിയാം ബുട്ടാപ്പേക്ക് ദിക്തീനെ. ഓർക്കുന്നുണ്ടാവില്ലേ? അച്ഛൻ തെരഞ്ഞു വൃദ്ധാവസ്ഥയിൽ വടി എന്നുള്ളതാണ് ഹൈക്കുൻ്റെത്. അപ്പോൾ അതിൽ 1ാമത്തെ സൂചന ചോദിക്കുന്നു, ബുട്ടാപ്പാക്ക സമാനാർത്ഥി ശബ്ദ കോൻസായ. എപ്പോഴും പറയലുണ്ട് സമാനാർത്ഥി, സെയിം ആയിട്ടുള്ള വേർഡ് ഏതാണ്? ഏതിൻ്റെ? ബുട്ടാപ്പ എന്നതിൻ്റെ. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2ാമത്തെ ഖ എന്ന് പറയുന്ന വൃദ്ധാവസ്ഥയാണ് ബുട്ടാപ്പ എന്നാണ്. ബുട്ടാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യകാലം, വൃദ്ധാവസ്ഥ എന്നുള്ളതാണ്. 11ാമത്തെ ചോദ്യം പറയുന്നു, ഈ സൈക്കു ക സമാൻ ആശയ്ക്ക് വാക്യമേ നിഹിത്. ആ ഹൈക്കു എന്ന
ആ കവിതൻ്റെ ഹൈക്കുവിൻ്റെ യഥാർത്ഥ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ തുല്യമായ അതിൻ്റെ സമാനമായ മീനിങ് താഴെ തന്നിരിക്കുന്ന 4 സെൻറ്റൻസിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പിതാവ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വയസ്സ് കാലത്ത് വടി തെരഞ്ഞു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് മീനിങ് നമ്മൾ ഉദ്ദേശിച്ചത് പറയുന്നു നോക്ക്. പിതാനെ ശൈശവമേം ബച്ചോം കോ ബഹുത്ത് പ്യാർ ദിയ, ഓർക്കുന്നില്ലേ, കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചു, അതല്ല. പിന്നെയോ ബച്ചപ്പൻ മേം പിതാസേ ബച്ചോം കോ പ്യാർ നെഹീ മില, ആ കുട്ടിക്കാലത്ത് അല്ലേ, ആ കുട്ടിക്കാലത്ത് എന്ത് ചെയ്താണ്, പിതാവിൽ നിന്ന് കുട്ടികൾക്ക് എന്തില്ല, സ്നേഹം കിട്ടിയില്ല എന്നുള്ളതാണ്. വൃദ്ധാവസ്ഥാമേം കർവാലോം നെ പിതാക്കെ സാത്ത് പ്യാർ ബരാ വ്യവഹാർ കിയ, അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യകാലത്ത് വീട്ടുകാരെല്ലാവരും എന്ത് ചെയ്തിട്ട് നന്നായിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ചു. ലാസ്റ്റ് കൊടുത്തു വൃദ്ധാവസ്ഥാമേം പിതാക്കോ സഹാര നഹീ മില, അല്ലേ, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 4-മത്തതാണ് ശരി. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല, ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം വരുന്ന രൂപം ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അടുത്ത സൂചന വൈറ്റ് ക്യാപ്പ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. പാസേജ് കൊടുത്തിട്ടുണ്ട്. 12-മത്തെ ചോദ്യം, കേശവ് കോൺസ സ്വപ്ന ദേക്ക കർത്താത, കേശവൻ ഏത് സ്വപ്നമാണ് കണ്ടിരുന്നത്? നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു സ്വപ്നമായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ഖേൽനേക്ക എന്നാണ് അവിടെ അതിൻ്റെ അർത്ഥം വരുന്നത്. എന്താ വരുന്നത്? ക്രിക്കറ്റ് ഖേൽനേക്ക. ഇനി 13-മത്തെ ചോദ്യം ചോദിക്കുന്നു, കേശവ് ദിൻ കോ രുആംസ പടാ രഹ്താക്യോം, കേശവൻ ആ ദിവസം മുഴുവൻ എന്തായിട്ടുണ്ട്, കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്? അതിൻ്റെ ആൻസർ ഇതാണ്. ആൻസർ കേശവനെ കൈ ബാർ अपने माता-पिता से बल्ला और बॉल खरीदने का आग्रह किया था, അല്ലേ, കുറേ പ്രാവശ്യം കേശവ അച്ഛനോടും അമ്മനോടും ഒക്കെ എന്താണ് ബോളും ബാറ്റൊക്കെ വാങ്ങി തരുന്നതിനെ കുറിച്ച് ആഗ്രഹം പറഞ്ഞിരുന്നു. മഗർ മാതാപിതാനെ ഖരീദിനെ ഹീം ദേങ്ക, എന്നാൽ അവരെന്താ അത് വാങ്ങിച്ചു കൊടുത്തില്ല. ഇസ് കാരൺ സേ കേശവ് ഒരു ആംസ പടാരഹ, അതുകൊണ്ടാണ് അവൻ എന്താക്കിയത്, അവിടെ കരഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണത്, കേശവ പിതാസെ ബല്ല ഓർ ബോൾ മാങ്താ ഹെ, ബാറ്റും ബോളും അച്ഛനോട് എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. കേശവ് ഓർ പിതാക്കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത്ത് ലിഖിയെ, ബാത്ചീത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വാർത്താലാപാണ്. വാർത്താലാപ്, സംവാദ്, പിന്നെ ബാത്ചീത്ത്, ഇത് 3 ചോദിച്ചാലും അതിൻ്റെ അർത്ഥം ബാത്ചീത്ത് തന്നെയാണ്. ഈ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒറ്റക്കായിട്ട് ചോദിക്കാറില്ലേ, പറഞ്ഞിട്ടുണ്ട് ഞാൻ. ബാത്ചീത്ത് വാർത്താലാപ് എന്നേക്കാളും കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഈ വാർത്താലാപും ബാത്ചീത്തും സെയിമാണ്, കോൺവെർസേഷനാണ്. അല്ലെങ്കിൽ എന്താണ്, ബാറ്റും ബോളും വാങ്ങിത്തരുന്നതിനെ കുറിച്ച് കേശവും അച്ഛനും തമ്മിലുള്ള ഒരു വാർത്താലാപ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കേശവ് കോ ലഡ്കോമിനെ ഗേൽ ഷാമിൽ നെഹീ കിയ, ഇസ് പർ കേശവ് ഓർ മിത്ര കെ ബീച്ച് ബാത്ചീത്ത് കൽപ്പന കർക്കെ ലിഖിയെ, അല്ലേ, കേശവന് ആൺകുട്ടികളുടെ കൂടെ എന്താണ് ഗെയിൽ മേം ഷാമിൽ നെഹീ കിയ, ആ കളിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് സുഹൃത്തും കേശവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതെല്ലാം നമ്മളെ പാഠഭാഗം ചെയ്തപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നോക്കിയിട്ട് എഴുതി സെറ്റാക്കിയിട്ട് വെക്കുക. ഓക്കെ, അടുത്ത സൂചന എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്തൊരു സൂചനയാണ്. അതായത് നമ്മൾ പുസ്തകത്തിലേ ഇല്ലാത്തതാണ്, പുറത്ത് നിന്ന് നൽകിയിട്ടുള്ളൊരു സൂചനയാണ്. നമ്മളത് വായിച്ച് നല്ല പോലെ നോക്കിയിട്ട് 2-3 വട്ടം വായിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കത് ആൻസർ എഴുതാൻ കഴിയുകയും ഉള്ളൂ. അപ്പോൾ എന്നാലും ഇവിടെ ഇപ്പോൾ ഞാൻ തൽക്കാലം വായിച്ച് തരുന്നില്ല. നിങ്ങൾ 15-മത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ കൊടുക്കേണ്ടത്, താജ്മഹൽ കിസ് നദി കെ കിനാരെ പർ സ്ഥിതി, അതിൻ്റെ ആൻസർ ആ മേലെ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ കിട്ടും. താജ്മഹൽ ഇവിടെ ഏതോ ഒരു നദീൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യമുന നദി, അല്ലെങ്കിൽ എന്താണ് കാവേരി, അതല്ലെങ്കിൽ ഗംഗ, അല്ലെങ്കിൽ പമ്പ. ഇതിലർത്ഥം യമുനയാണ്. യമുന നദീ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് വായിച്ച് നോക്കും, മുകളിൽ വായിച്ച് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കുക, മീനു അപ്പനി മാം ബാപ് കെ സാത്ത് ദില്ലി ദേഖ്നെ ഗയേ, അല്ലേ, മീനു എന്ത് ചെയ്തു, അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ ഡൽഹി കാണാൻ വേണ്ടിയിട്ട് പോയി. ഉപയുക്ത് ഖണ്ഡ് കി സഹായതാസെ, മുകളിൽ കൊടുത്ത പാരഗ്രാഫിൻ്റെ സഹായം കൊണ്ട് മീനുക്കെ യാത്രാവൃത്ത് കാ അംശ് തയ്യാർ ലിഖി, മീനുവിൻ്റെ യാത്രാവൃത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ,
അതിന് നമൂനയ്ക്ക് അനുസാർ ഖംബെ പൂർത്തി കരെ, അല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ യാത്രാവൃത്തി എഴുതാൻ, അതല്ലെങ്കിൽ എന്താ വേറൊരു ചോയ്സും കൂടെ വന്നിട്ട് എളുപ്പത്തിന് ഉദാഹരണം അനുസരിച്ച് ആ പെട്ടിക്കോളങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഖംബെ കോളം ആ വിട്ട ഭാഗം, ഖംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ വിട്ട ഭാഗം എന്നാണ്, ആ വിട്ട ഭാഗം എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നു യഹാം ക ലൈറ്റ് അത് പറഞ്ഞിട്ട് കൊടുത്ത് വായിച്ച് നോക്കുക. ഓക്കെ, അത് മുഴുവൻ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതാനും കഴിയും. ഓക്കെ അല്ലേ പറയണത്? ആ പാരഗ്രാഫ് വായിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും നിർബന്ധമായിട്ടും. അപ്പം നമ്മൾ ഇത്രയും ഇതേ രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ, ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ നല്ലപോലെ വായിച്ച് പഠിച്ചാൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കണ പോലെ നല്ല പ്രയാസങ്ങളായിരിക്കും. പിന്നെ അതിലുപരി എന്താണ്, ഇത് നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വരും എന്നുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞ രൂപത്തിൽ നിന്ന് ഇടയ്ക്കൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പ് പറയാത്തതിൻ്റെ പ്രധാന കാരണം. പറയുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പം വരുന്നത്, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏകദേശം എന്ന് പറയാം, ഒരു പൂർണ്ണമായിട്ടല്ല, ഏകദേശം നമുക്ക് ഈ ഒരു രൂപത്തിൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് എന്താണ് പറയാൻ സാധിക്കും. അപ്പം ഇതുപോലെ തന്നെ എളുപ്പമുള്ള രീതിയിൽ വരാൻ കഴിയട്ടെ, വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് ഉഷാറാക്കി കേട്ടോ. ഓക്കെ, അപ്പം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.